നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് റാഗി ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി ലഡ്ഡു തയ്യാറാക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കൂടി നമുക്ക് ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി കാഷ്യൂ വറുത്ത അതേ പാനിൽ തന്നെയാണ് നമ്മളിവിടെ 1 കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം റാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് വരെ ഇത് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പച്ച തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയും ഈ റാഗി പൗഡറും കൂടി നന്നായി മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 3 മിനിറ്റോളം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 അച്ച് ഉരുക്കിയ വെല്ലമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി അരിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഓൾറെഡി അരിച്ചു വെച്ചതാണ്, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോഴത്തേനും ഇത് നന്നായി മിക്സായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് പതുക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറു ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം കുറച്ച് ചൂടുണ്ട്. ഇനി ചെറിയ ചെറിയ നമുക്ക് ബോൾസുകളാക്കി ലഡുവിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം. അങ്ങനെ ബാക്കി വന്ന എല്ലാ മാവും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മളുടെ റാഗി കൊണ്ടുള്ള ഹെൽത്തി ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഈ ഒരു പലഹാരം തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളും ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.